അസ്സാം വലൈക്കും. ഇത് മഹൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡെമോ ആണ്. അപ്പോൾ മഹൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ. ഇൻ്റർനെറ്റ് വേണം യൂസ് ആക്കണമെങ്കിൽ. സോ ഇൻ്റർനെറ്റ് എന്തിനു വേണമെന്ന് വെച്ചാൽ മൊബൈൽ ആപ്പ് ഉണ്ടാവും മെമ്പേഴ്സിനെല്ലാം. പിന്നെ നിങ്ങൾക്ക് അഡ്മിൻ സൈഡിൽ നിന്ന് നോട്ടിഫിക്കേഷൻ അയക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഇവൻറ്റ്സ് കാര്യങ്ങളിലെ നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള പേയ്മെൻ്റ് എല്ലാം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷൻ എല്ലാം വരും. അത് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, അത് ഓഫ്ലൈൻ ആണെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. മൊബൈൽ ആപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ മഹൽ അഡ്മിന് ഇവിടുന്ന് അഡ്മിൻ ലോഗിൻ ആകാം, മെമ്പേഴ്സ് ലോഗിൻ ഉണ്ട്. സോ മെമ്പേഴ്സിന് അവരെ ട്രാൻസാക്ഷനും അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും മെമ്പർ ലോഗിനിൽ. സ്റ്റാഫ് മോഡ്യൂളുണ്ട്. ഇപ്പോൾ മദ്രസ അങ്ങനെയെല്ലാം ആകുമ്പോൾ സ്റ്റാഫിൻ്റെ മോഡ്യൂൾസ് ഉണ്ട്, അവർക്ക് ലോഗിൻ ആകാം. ഡേറ്റ എൻട്രി ലോഗിന്, അപ്പോൾ സോഫ്റ്റ്വെയറിൽ ഡേറ്റ എൻട്രി എല്ലാം ചെയ്യേണ്ടി വരുമല്ലേ, അപ്പോൾ അതിൻ്റെ ലോഗിൻസ് ഉണ്ട്. ഫീ കളക്ടർ ലോഗിൻ ഉണ്ട്, സ്റ്റുഡൻറ്റ് മോഡ്യൂളുണ്ട്, പിന്നെ ഐറ്റംസ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ജമാഅത്തിലേറ്റ ഐറ്റംസ് എല്ലാം റെൻറ്റിന് ഇങ്ങനെയെല്ലാം കൊടുക്കുമല്ലേ സാധാരണ, ചെയർ ടേബിൾസ് ഇങ്ങനത്തെ എല്ലാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോഡ്യൂൾസും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അഡ്മിൻ ലോഗിൻ ക്ലിക്ക് ചെയ്തെങ്കിൽ ലോഗിൻ ആയിട്ട് യൂസർ നെയിം പാസ്വേഡ് OTP അടിച്ചെങ്കിൽ ഈ വിൻഡോയിലേക്ക് വരും. ഇതാണ് അഡ്മിൻ പാനൽ. ഇവിടെ നമുക്ക് ഫൈനാൻഷ്യൽ ഇയർ സെറ്റാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കോൺഫിഗറിൽ. ഫൈനാൻഷ്യൽ ഇയർ സെറ്റാക്കിയിട്ട് നമുക്ക് എല്ലാ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ സെപ്പറേറ്റ് കംപ്ലീറ്റ് ഡേറ്റ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ജമാഅത്തിൽ മഹല്ലിൽ നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിലുണ്ടാവും, ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ സാധാരണ എന്താ നടക്കൽ, ഒന്ന് ഫീ കളക്ട് ചെയ്യും, ഡൊണേഷൻ കളക്ഷൻ ഉണ്ടാവും, ഇൻകം, എക്സ്പെൻസ്, പിന്നെ ബാലൻസ് ഷീറ്റ്, വേറെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുണ്ടാവും. അപ്പോൾ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇഷ്യൂ ആക്കിയ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ നോക്കിയെങ്കിൽ ഇതാ ഇങ്ങനെ ഫോർമാറ്റ് ഉണ്ടാവും. ഇവിടെ നിങ്ങളെ ജമാഅത്തിൻ്റെ ലെറ്റർ ഹെഡ് ഉണ്ടാവും, പിന്നെ അവരെ ഫോട്ടോസ്, ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ ഫോട്ടോസ് ഉണ്ടാവും, പിന്നെ ഡീറ്റെയിൽസ്. ഇത് പ്രിൻ്റ് എടുത്തിട്ട് സീൽ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കല. ഇപ്പോൾ ബാക്കിയുള്ള മലയാളം ലാംഗ്വേജിൽ വേണമെങ്കിൽ മലയാളത്തിലും നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിനെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതേമാതിരി തന്നെ. ഓക്കെ, ഇംഗ്ലീഷിലും ഉണ്ട്. എന്താ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മലയാളത്തിലും എടുക്കാം, കന്നഡത്തിലും എടുക്കാം. ക്ലിയറൻസ് കണ്ടൻറ്റ് എല്ലാം നമുക്ക് എപ്പോൾ വേണം കസ്റ്റമൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സെറ്റാക്കി വെച്ചെങ്കിൽ അതേ ഫോർമാറ്റിൽ വരും. ഓക്കെ, വേറെ NOC ഉണ്ട്, ക്ലിയറൻസ്, മാരേജ് NOC ഉണ്ട്. ഓക്കെ, നോൺ മെമ്പർ NOC, അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ഒരു മഹല്ലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് ഫാമിലിനെ ആഡാക്കും. ഫാമിലി ആഡാക്കുന്ന ഒരു വീട്ടുകാരെ ഒരു ഫാമിലി ആയിട്ട് കൺസിഡർ ആക്കും. ആ വീട്ടിലുള്ള ഫാമിലി ഹെഡിനെ ഫസ്റ്റ് ആഡാക്കും. ആ ഫാമിലി ഹെഡിലേക്കാണ് ബാക്കിയുള്ള മെമ്പേഴ്സിനെ ആഡാക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഡീറ്റെയിൽ എന്ന് കാണാൻ പറ്റും. ആഡ് ഫാമിലിയിൽ പോയെങ്കിൽ അവരുടെ പേര്, അവരുടെ നിക് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മഹൽ മെമ്പർഷിപ്പ് നമ്പർ, ഹൗസ് നമ്പർ, അഡ്രസ്സ്, ഇങ്ങനെ അവരെ ബേസിക് ഡീറ്റെയിൽ, ഫാദർ മദർ നെയിം, ഇവിടെ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അവരെ ഇത് ഇവിടെ കൊടുക്കുന്ന നമ്പർ അവരെ മൊബൈൽ ആപ്പിലേക്ക് പാസ്വേഡായിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അവരെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, മൊബൈൽ നമ്പർ, കാര്യങ്ങൾ, പിന്നെ റിലേഷൻഷിപ്പ് ഫാമിലി ഹെഡിലേക്ക് ഫാമിലി ഹെഡ് കൊടുക്കും. പിന്നെ അവർ ആഡ് ആയതിൻ്റെ ശേഷം അവരിലേക്ക് ബാക്കിയുള്ള മെമ്പേഴ്സിനെ ആഡ് ആക്കുമ്പോൾ ഇപ്പോൾ ഫാമിലി ഹെഡിലേക്ക് അവരെന്ത് റിലേഷനാണെന്നുള്ള അവർ ആഡ് ആക്കുമ്പോൾ ഇവിടെ സെലക്ട് ആക്കും. ഓക്കെ, പിന്നെ ഹെൽത്ത് സ്റ്റേറ്റസ്, അവർ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, ലോങ് ടേം പേഷ്യൻ്റ്, അങ്ങനത്തെ കാര്യങ്ങളിലുണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ റിമാർക്സ് കൊടുക്കുക. ബ്ലഡ് ഗ്രൂപ്പ്, ടോട്ടൽ ഫാമിലി മെമ്പേഴ്സ് എത്ര ഉണ്ട്, ഇവർക്ക് കറൻ്റ്ലി എന്തെങ്കിലും ബാലൻസ് ഉണ്ട് ജമാഅത്തിലേക്ക്,
ഉണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യുക, ആ ബാലൻസ് നെയിം ഇവിടെ മെൻഷൻ ആക്കുക, ഫോട്ടോ അവരത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇത്ര ഡീറ്റെയിൽ ആണ്. എല്ലാവർക്കും ഇത്ര ഡീറ്റെയിൽ ഉണ്ടാവും. ഫാമിലി ഹെഡിനെ ഫസ്റ്റ് ആഡ് ആക്കും. ഫാമിലി ഹെഡിനെ ആഡ് ആക്കിയതിൻ്റെ ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണിക്കുക. ഫസ്റ്റ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞുതരാം. ഇത് ഫാമിലി ഡാഷ്ബോർഡ്. ഈ ഫാമിലി ഡാഷ്ബോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്തെങ്കിൽ ഫാമിലിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം സംഭവമുണ്ട് അതെല്ലാം ഇവിടെ വരും. ടോട്ടൽ ജമാഅത്ത് മെമ്പേഴ്സ്, ടോട്ടൽ ഫാമിലി മെമ്പേഴ്സ്, പെൻഡിങ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ടോട്ടൽ ഫാമിലി, എലിജിബിൾ ന്യൂ മെമ്പേഴ്സ്, റിസീവ്ഡ് മെസ്സേജസ്. ഇത് മെമ്പേഴ്സിൽ നിന്ന് ആപ്പ് ത്രൂ വന്ന മെസ്സേജസ് ഇവിടെ നമ്പേഴ്സ് കാണിക്കും, എത്ര റിസീവ് ആയി. റിസീവ്ഡ് അപ്ലിക്കേഷൻസ്, കംപ്ലയിൻറ്റ്സ്, ഹെൽപ്പ് റിക്വസ്റ്റ് ലെറ്റർ, ഡിവോഴ്സ് ഡീറ്റെയിൽസ്, ബാൻഡ്, ഡിമിസ്ഡ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം. പിന്നെ ഗ്രാഫിക്കലായിട്ട് ആ ഫാമിലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഏതേത് ബ്ലഡ് ഗ്രൂപ്പ്, എത്ര ആളുണ്ട്, അവരെ കോൺടാക്ട് ഡീറ്റെയിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ മെറിറ്റൽ സ്റ്റേറ്റസ്, എഡ്യൂക്കേഷന്, പിന്നെ വോട്ടർ ലിസ്റ്റിൽ ആഡ് ആയിനോ ഇല്ലയോ, പിന്നെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, ഏതെല്ലാം കാറ്റഗറിയിൽ എത്ര ആൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൂടെ ഇവിടെ കാണാൻ പറ്റും. ഹൗസ് സ്റ്റേറ്റസ്, പിന്നെ സോഷ്യൽ ക്ലാസ്, അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽ. ഇത് ജസ്റ്റ് ഫാമിലി ഡാഷ്ബോർഡിൻ്റെ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ആക്കിയപ്പോൾ വന്ന ഫാമിലി ഡാഷ്ബോർഡ്. ഇനി അടുത്തത് ഫീ മോഡ്യൂളുണ്ട്. ഫീ മോഡ്യൂളിൽ എന്തെല്ലാം ഉണ്ട്? ഓൺലൈൻ പേയ്മെൻറ്റ് എത്ര വന്നിന്, മാനുവൽ പേയ്മെൻറ്റ് ആക്കിയിട്ട് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ആക്കിയത്, ടോട്ടൽ മന്ത്ലി ഫീ എത്ര ഉണ്ട്, ടോട്ടൽ എത്ര ഫീ കളക്ട് ആയിന്, ഫീ കളക്റ്റഡ് ടുഡേ എത്ര ഫീ പെൻഡിങ് ഉണ്ട്, പേയ്മെൻറ്റ് ഡൊണേഷൻ വന്നത്, പിന്നെ ഫാമിലി ഫീ കളക്ട് ആക്കിയത്, ഫാമിലി ഫീ പെൻഡിങ്, നമ്മൾ എന്തെങ്കിലും ഫീ ഡിസ്കൗണ്ട് കൊടുത്തിനെങ്കിൽ അതും കൂടെ ഇവിടെ ഫീ മോഡ്യൂളിൽ കാണാൻ പറ്റും. അടുത്ത മോഡ്യൂളിൽ അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ്. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ട്, ടോട്ടൽ ഇൻകം, ടോട്ടൽ എക്സ്പെൻസ്. ഓക്കെ, ഇതിൽ കംപ്ലീറ്റ് നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് എല്ലാ കാറ്റഗറി വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാം. ഓക്കെ, ഡേറ്റും, ബാങ്കാണോ ക്യാഷാണോ, റിസിപ്റ്റ് ബുക്ക്, റിസിപ്റ്റ് നമ്പർ, ഇതെല്ലാം വെച്ചിട്ട് നമുക്കിവിടെ സോർട്ട് ചെയ്യാൻ പറ്റും. അത് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസിൽ. മദ്രസ മോഡ്യൂളുണ്ട്, മെമ്പർ ആപ്പ് ഉണ്ട് മൊബൈലിൻ്റെ, സ്റ്റാഫ് മോഡ്യൂളുണ്ട്. സ്റ്റാഫ് മോഡ്യൂളിൽ സ്റ്റാഫ് അറ്റൻഡൻസ്, സ്റ്റാഫ് സാലറി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റാഫ് മോഡ്യൂളിൽ വരും. പിന്നെ റെൻറ്റ് മോഡ്യൂളുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ ജമാഅത്തിൻ്റെ അണ്ടറിൽ ഹൗസ് അല്ലെങ്കിൽ ഷോപ്പ് എന്തെങ്കിലും റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അതിനെ ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഹാൾ ബുക്കിംഗ് മോഡ്യൂളുണ്ട്. ഇതിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഷാദിമാല അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് സ്റ്റേറ്റസ് അതെല്ലാം ഇവിടെ മാനേജ് ചെയ്യാം. ബൾക്ക് SMS ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോട്ടിഫിക്കേഷന്, ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റും. ബാങ്ക് സമ്മറി, നമ്മൾ ട്രാൻസാക്ഷനെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബാങ്കിൻ്റെ ഡെപ്പോസിറ്റും വിത്ഡ്രോവലെല്ലാം ഇവിടെ മെൻഷൻ ആക്കാം. ഓക്കെ, പിന്നെ ഇൻവെൻട്രി ഡീറ്റെയിൽ ഉണ്ട്. നമുക്ക് ഡോക്യുമെൻറ്റിനെ സ്കാൻ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാം. പിന്നെ അപ്കമിങ് ഹാൾ ബുക്കിങ്സ്, ഷാദിമാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ബുക്കിങ്സ്. അപ്കമിങ് ഈവൻറ്റ്സ്, നമ്മുടെ ജമാഅത്തിൽ നടക്കാൻ പോകുന്ന പരിപാടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ആഡ് ആക്കി വെക്കാം. ഓക്കെ, ഇത്രയാണ് ഡീറ്റെയിൽ ഉള്ളത്. പിന്നെ മെമ്പർ ആപ്പിൽ കംപ്ലീറ്റ് അവരെ ട്രാൻസാക്ഷനും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം അവർക്ക് കാണാൻ പറ്റും. അവർക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം. ഫോൺ പേ ഇങ്ങനത്തെ എല്ലാം യൂസ് ആക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. വേറെ നിങ്ങൾ ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ അയക്കുക, അത് മൊബൈലിലേക്ക് ആപ്പിലേക്ക് പോകും. അവിടെ ആപ്പിൽ പോപ്പപ്പ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ഒരു പുഷ് നോട്ടിഫിക്കേഷനും. അത് നമുക്കിപ്പോൾ വാട്സപ്പ് വന്നാൽ പുറത്ത് തന്നെ ഇങ്ങനെ പോപ്പപ്പ് ആവല്ലേ, ക്ലിക്ക് ആക്കുമ്പോൾ വാട്സപ്പ് ഓപ്പൺ ആവും, അങ്ങനത്തെ പുഷ് നോട്ടിഫിക്കേഷൻ. സോ ഇതെല്ലാം ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ റിപ്പോർട്ടും കാര്യങ്ങളുണ്ട്. ഡെലിവറി റിപ്പോർട്ട് നോക്കാം, മെസ്സേജിൻ്റെ. പിന്നെ ഫുൾ റിപ്പോർട്ട്സ് ഉണ്ട്, റിപ്പോർട്ട് ബുക്ക് ഉണ്ട്. ഓക്കെ, ഫുൾ റിപ്പോർട്ട്സിൽ പോയെങ്കിൽ നമ്മൾ ടോട്ടൽ റിപ്പോർട്ട്സും കാര്യങ്ങളുണ്ട്. ഇതവിടെ ഇൻകം എക്സ്പെൻസിൻ്റെ റിപ്പോർട്ട്, മെമ്പർ ഫീ പെയ്ഡ് ഡീറ്റെയിൽസ്, ഡൊണേഷൻ പെയ്ഡ്, ഫാമിലി ഫീ പെയ്ഡ്, ഹാൾ ബുക്കിംഗ് പേയ്മെൻറ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ് റിസീവ്ഡ്, റെൻറ്റ് കളക്റ്റഡ്, ഫിനാൻഷ്യൽ സമ്മറി. ഇവിടെ നമുക്ക് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ വേണമെങ്കിലും നമുക്ക് ഫിൽട്ടർ ആക്കിയിട്ട് നോക്കാം. ഇപ്പോൾ ഈ മന്തിലത്തെ ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ മന്തിൽ 0 ഒന്നുമില്ല, അതിനെ കൊണ്ടൊന്നും കാണിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഏപ്രിൽ ടു ടുഡേ നോക്കുന്നതാണെങ്കിൽ ഇല്ല, ഒന്നും ട്രാൻസാക്ഷൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ റീസെറ്റ് കൊടുത്തെങ്കിൽ നമുക്ക് ഇവിടെ ഡേറ്റ് കാണാൻ പറ്റും. ഇതെല്ലാം 2025 ട്രാൻസാക്ഷനാണ് ഇവിടെ ഉള്ളത്. അതിനെക്കൊണ്ട് പിന്നെ ഈ ഡേറ്റ് ഫിൽറ്ററിൽ കാണുന്നില്ല. പിന്നെ നമുക്ക് എല്ലാ റിപ്പോർട്ടിനെയും CSV ആയിട്ടും PDF ആയിട്ടെല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഫുൾ റിപ്പോർട്ട് ബുക്ക് ഉണ്ട്.
റിപ്പോർട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജനറൽ ബോഡി മീറ്റിങ്ങെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ ഇങ്ങനത്തെ ബുക്ക് പ്രിൻ്റ് എടുത്തിട്ട് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് പ്രിൻ്റ് ആക്കാം. ഇതാ പ്രിൻ്റ് ഇങ്ങനെ ബുക്ക് ഇങ്ങനെ ഇതൊരു ഒറ്റ ഷീറ്റിൽ ബുക്കായിട്ടൊന്നും ഉണ്ടാവില്ല, വലിയ ഇത്ര ഷീറ്റൊന്നും ഉണ്ടാവും. ആ ഷീറ്റ് പ്രിൻ്റ് എടുത്ത് കൊടുത്തെങ്കിൽ മെമ്പേഴ്സിന് കാണാൻ പറ്റും അവരെല്ലാം അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഇപ്പോൾ ഒരു ജനറൽ ബോഡിക്ക് നിങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യല്ലേ, ആ റിപ്പോർട്ടാണ് ഇത് ബുക്ക്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ചെക്കാക്കാനോ ഇതെല്ലാം പറ്റും. ഓക്കെ, റിപ്പോർട്ട് ബുക്ക്. പിന്നെ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഉണ്ട്. ഇതിൽ ഡേ ബുക്ക്, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കോപ്പറേറ്റീവ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇതിൽ ഇപ്പോൾ ജമാഅത്തിൻ്റെ അണ്ടറിൽ എന്തെങ്കിലും കോപ്പറേറ്റീവ് ഫണ്ട് സ്കീം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ മെമ്പറിൻ്റെ അടുത്ത് പേയ്മെൻറ്റ് കളക്ട് ചെയ്ത് വെക്കും. അവരിങ്ങനെ വീക്കിലി മന്ത്ലി പേയ്മെൻറ്റ് അടിച്ചുകൊണ്ട് പോകും. ഒരു ടൈം ആകുമ്പോൾ അവർ വിത്ഡ്രോ ആക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എടുക്കുന്ന അങ്ങനത്തെ സെറ്റപ്പ്. ഓക്കെ, ഇത് കളക്ട് ചെയ്യുന്നതും അവർക്ക് വിത്ഡ്രോ ചെയ്യുന്നതും വേണമെങ്കിൽ ലോൺ എടുക്കുക, എന്നിട്ട് അവർ റീപേയ്മെൻറ്റ് അതെല്ലാം ഈ കോപ്പറേറ്റീവ് ഫണ്ടിലുണ്ട്. പിന്നെ റിസിപ്റ്റ് നമ്പർ റിപ്പോർട്ട്സ് ഉണ്ട്. നമുക്ക് ഇന്ന നമ്പർ മുതൽ ഇന്ന നമ്പർ വരെയുള്ള റിപ്പോർട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് കിട്ടും. ബ്ലഡ് ഗ്രൂപ്പ്, ഫാമിലീസ്, പിന്നെ മെമ്പേഴ്ക്കെല്ലാം ഒറ്റ ക്ലിക്കിൽ എല്ലാവർക്കും ഫീ ആഡ് ആക്കാം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മന്ത്ലി ഫീ ആഡ് ആകുന്ന മാതിരി സെറ്റപ്പ് ആക്കാൻ പറ്റും. ഓക്കെ, ഡൊണേഷൻ കളക്ട് ചെയ്യുക, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, പിന്നെ ഫീ പെൻഡിങ് ഡീറ്റെയിൽ നോക്കുക. ഓക്കെ, ഹാൾ ബുക്കിംഗ്, നോട്ടിഫിക്കേഷൻ അയക്കാം. പുഷ് സബ്സ്ക്രിപ്ഷൻസ്, ഇൻഡിവിജ്വൽ നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റും. ഓൾ ഡിസീസ് മെമ്പേഴ്സ്, അസുഖമുള്ള മെമ്പേഴ്സിനെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഹെൽപ്പ് റിക്വസ്റ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്തത്, റെൻറ്റ്, പ്രോപ്പർട്ടി, മദർസ, സ്റ്റുഡൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഒരു മഹലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫീ റിസിപ്റ്റ് അല്ലേ, ഇത് ഇപ്പോൾ ഒരു മെമ്പറിൻ്റെ പ്രൊഫൈലാണിത്. ഈ മെമ്പറിലേക്ക് ഇവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഇവരുടെ അടുത്ത് നിന്ന് എന്താക്കുക, ഫീ കളക്ട് ചെയ്യുക, ഇവർക്ക് ഫീ ആഡ് ആക്കാൻ പറ്റും, ഡൊണേഷൻ കളക്ട് ചെയ്യുക, ഫാമിലി ഫീ കളക്ട് ചെയ്യുക, ഫീ ഡിസ്കൗണ്ട് കൊടുക്കുക ഈ മെമ്പർക്ക്, മാരേജ് NOC ഇഷ്യൂ ചെയ്യാൻ പറ്റും, മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യവർക്ക്, റിക്വസ്റ്റ് ലെറ്റർ, ഹെൽപ്പ് റിക്വസ്റ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യാൻ പറ്റും, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. പിന്നെ ആഡ് എസ് കമ്മിറ്റി മെമ്പേഴ്സ്, കമ്മിറ്റിയിലേക്ക് ആഡ് ആക്കാൻ പറ്റും, സ്റ്റുഡൻ്റായിട്ട് ആഡ് ആക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല കോപ്പറേറ്റീവ് ഫണ്ട്, അതിലേക്ക് ഇവരെ ജോയിൻ ആക്കാൻ പറ്റും, എൻറോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെ നിന്ന് കളക്ട് ആക്കുക ഫണ്ട്, വേണമെങ്കിൽ ലോണിക്ക് നമുക്ക് റിക്വസ്റ്റ് ആക്കാം. റെക്കോർഡ് പേയ്മെൻറ്റ്, അവർ റീപേയ്മെൻറ്റ് ഉണ്ടാവില്ലേ, അതിനെ റെക്കോർഡ് ചെയ്യുക. പിന്നെ പെൻഷൻ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുക. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആഡ് ആക്കാൻ പറ്റും. റിമാർക്സ് ആഡ് ആക്കുക. ഹൗസ് ID കാർഡ് ജനറേറ്റ് ആക്കുക. ID കാർഡ്, ഹൗസ് ID കാർഡ്, QR കോഡ് ഈ മെമ്പർക്കുള്ള കേട്ടോ. ഇങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് ഇതിൽ ഈ മെമ്പർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെമ്പറിൻ്റെ കംപ്ലീറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽ ഉണ്ടാവും. അവർ മെമ്പർ ഫീ ഡീറ്റെയിൽസ്, അവർക്ക് ഫീ ജനറേറ്റ് ആയത്, ഇൻഡിവിജ്വൽ ഫീ ആയത്, കളക്ട് ആക്കിയത്, ടോട്ടൽ ഫീ എത്ര പെയ്ഡ്, ഡിസ്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ ബാലൻസ്. പിന്നെ ജനറേറ്റഡ് QR കോഡ്സ് ഉണ്ട്, ജനറേറ്റഡ് ഹൗസ് ID കാർഡ്. സോ ഇങ്ങനത്തെ എല്ലാം ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാവും ഹൗസ് ID കാർഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ എല്ലാം സംഭവങ്ങൾ ഇതിലുണ്ട്. ഇപ്പോൾ ഒരു ഫീ കളക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് കളക്ട് ഫീ പേയ്മെൻ്റ് ആക്കി വരിസിങ് ചെയ്യുന്ന മന്ത്ലി ഫീ എന്ത് പേര് നിങ്ങൾക്ക് എന്ത് വേണം കൊടുക്കുക, റിസീപ്റ്റ് നമ്പർ. ഓക്കെ, ഇവിടെ നോട്ട്, ടെസ്റ്റ്, ഡെമോ ഫീ, കളക്ട് ഫീ. അപ്പോൾ ഇത് റിസിപ്റ്റാണ്. ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇതിൽ 2 കോപ്പി ഉണ്ട്. ഒന്ന് ജമാഅത്ത് കോപ്പി ഉണ്ട്, ഇനിയൊന്ന് മെമ്പർ കോപ്പി. ഇതൊരു സീറ്റ് പ്രിൻ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഒരു കോപ്പിന് എന്താക്കുക, ജമാഅത്തിലേക്ക് വെക്കുക, ഒരു കോപ്പി അവർക്ക് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ഇതിൽ അവർക്കെല്ലാം ഡീറ്റെയിൽ കാണാൻ പറ്റുക. നെയിം മെമ്പറിൻ്റെ, ഹൗസ് നമ്പർ, ID, അവർ ID നമ്പർ, റിസിപ്റ്റ്, ഡേറ്റ്, റിസിപ്റ്റ് നമ്പർ, എത്ര പേയ്മെൻറ്റ് ഫീ, എന്ത് ഫീ അടിച്ചത്, എത്ര ബാലൻസ് ഉണ്ട്, ഇനി ഫീ ടുവേർഡ്സ് ടെസ്റ്റ് ഡെമോ ഫീ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പ്രിൻറ്റും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയറാണിത്. അപ്പോൾ
ഇതിൽ SMS ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് അടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് പോകും. ഇപ്പോൾ ബാങ്കിൽ നിന്നല്ല മെസ്സേജ് വരുന്നില്ല, നമ്മളൊരു എമൗണ്ട് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് ഇമ്മീഡിയറ്റ് ബാങ്കിൽ നിന്ന് മെസ്സേജ് വരും, ഇത്ര ക്രെഡിറ്റ് ആയിന് ഇത്ര ബാലൻസ് ഉണ്ട്. നമ്മൾ വിത്ത്ഡ്രോ ചെയ്താലും നമുക്കിന്ന് മെസ്സേജ് വരും, ഇത്ര വിത്ത്ഡ്രോ ചെയ്തതിന് ഇത്ര ബാലൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളിലും ഇതിലുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് മെസ്സേജ് പോകുന്നതും എല്ലാ സംഭവങ്ങളും നോട്ടിഫിക്കേഷന്. പിന്നെ മൊബൈൽ ആപ്പ് ഉണ്ട് മെമ്പേഴ്സിന്, അവർക്ക് അവരെ ഫീ പേ ഡീറ്റെയിൽസ്, പിന്നെ അപ്കമിങ് പരിപാടി ജമാഅത്തിൽ നടക്കുന്ന ഇങ്ങനത്തെല്ലാം അവർക്ക് അവിടെ കാണാൻ പറ്റുന്ന ഡേറ്റിനുണ്ട്. പിന്നെ വീഡിയോ ലൈവ്, പിന്നെ പരിപാടി ഉണ്ടെങ്കിൽ ലൈവ് യൂട്യൂബ് വീഡിയോസ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം പോകും. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സിസ്റ്റമിൽ നിന്ന് വേണമെങ്കിൽ ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. ഒരേ സിസ്റ്റമിൽ തന്നെ ലോഗിൻ ചെയ്യണമെന്നില്ല, ഏത് സിസ്റ്റമിൽ നിന്ന് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. യൂസർ നെയിം പാസ്വേഡ് OTP അടിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബാക്കപ്പ് നൗ. ഒരു ക്ലിക്കിന് ജസ്റ്റ് ഞാൻ ക്ലിക്കാക്കി നിങ്ങൾ കംപ്ലീറ്റ് ബാക്കപ്പ് ഇവിടെ ഡൗൺലോഡായി. അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട്. ഈ ബാക്കപ്പ് ഡൗൺലോഡ് ആകുന്ന സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്ത മുതൽക്ക് നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുന്ന ടൈം വരയ്ക്കുള്ള കംപ്ലീറ്റ് ഡേറ്റ ഈ ബാക്കപ്പിലുണ്ടാവും ഡൗൺലോഡായ. ഇത് ജസ്റ്റ് നമ്മളെടുത്തൊരു കോപ്പിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റമിൽ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ മെമ്പേഴ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ ഉണ്ട് ഡീആക്ടിവേറ്റ് മെമ്പേഴ്സ്. ഡീആക്ടിവേറ്റ് ചെയ്ത മെമ്പേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഡീആക്ടിവേറ്റ് മെമ്പേഴ്സിൻ്റെ ഈ ലിസ്റ്റിലുണ്ടാവും. ചിലപ്പോൾ മരിച്ചവരുണ്ടാവും, ട്രാൻസ്ഫർ ആയി പോയവരുണ്ടാവും, ബാൻ ആക്കിയവരുണ്ടാവും, ഇങ്ങനത്തെ എല്ലാം ഇവിടെ കാണാൻ പറ്റും. പിന്നെ മെമ്പർ ടൈപ്പ് വേറെ മെമ്പർ ടൈപ്പിനെ ആഡ് ആക്കാം. ഇപ്പോൾ ചിലപ്പോൾ ചില ജമാഅത്തിൽ 200 പേ ആക്കുന്നവരുണ്ടാവും, 100 പേ ആക്കുന്നവരുണ്ടാവും. സോ അതിക്കെല്ലാം ഡിഫറെൻറ്റ് കാറ്റഗറി കൊടുത്തിട്ട് ഫീ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് മീറ്റിംഗ് ഇതാക്കിയിട്ട് നിങ്ങളെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട്. പിന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വേറെ സോഫ്റ്റ്വെയറിൻ്റെ മാതിരി ഒരു ഫിക്സ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ അല്ല. നിങ്ങളെ ജമാഅത്തിലേക്ക് ഇതിനെ ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആക്കി തരും. നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റും പിന്നെ നിങ്ങളെ ഫീ സ്ട്രക്ചർ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ജമാഅത്തേക്ക് വേണ്ട മാതിരി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് കസ്റ്റമൈസേഷൻ വേണമെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റ് കസ്റ്റമൈസേഷൻ. ഓക്കെ, എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ആക്കാനുണ്ടെങ്കിലും നമ്മളിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഉദ്ദേശം എന്താ പറഞ്ഞാൽ, നിങ്ങൾ നല്ലൊരു സജഷനാണ് നിങ്ങളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഡെവലപ്പ് ചെയ്ത് തരും. ബാക്കിയുള്ള ജമാഅത്ത് നമ്മൾ ആൾറെഡി റണ്ണിങ് സോഫ്റ്റ്വെയർ മഹൽസ് ഉണ്ടാവല്ലേ, അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും അപ്ഡേറ്റ് കൊടുക്കും. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ് ആവും, നിങ്ങൾക്ക് വേണ്ട ഫങ്ഷൻ മോഡ്യൂൾസും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് സജഷൻ ഉണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കി തരും. ഇതിലില്ലെങ്കിൽ തന്നെ നമ്മൾ എന്താക്കും, ഡെവലപ്പ് ആക്കി തരും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. പ്രൈസും കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.